അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഷെഫേർഡ്സ് പൈ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഷെഫേർഡ്സ് പൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഒരു ഫുൾ ചിക്കൻ്റെ ബോൺലെസ് പാർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് ബീഫും മട്ടൺ ഇതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു ഫ്രൈ പാൻ വയ്ക്കുക. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മീഡിയം സൈസ്ഡായിട്ടുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ സവാളയൊക്കെ നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇനി നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബോൺലെസ് ചിക്കനാണ്. അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കീമ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ കറക്കിയെടുക്കുക. നല്ലോണം പേസ്റ്റ് രൂപമാവരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് 1.5 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ഒറിഗാനോയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു സോസ് പ്രിപ്പയർ ചെയ്യണം, ടൊമാറ്റോ സോസ്. അതിനായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് 2 മീഡിയം സൈസ്ഡായിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളി വലിയ സൈസ്ഡായതുകൊണ്ടാണ് 2 ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു 2-3 ഡ്രോപ്സോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മിക്സിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ബോൺസൊക്കെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചതയ്ക്കാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ചിക്കൻ്റെ ബ്രോത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നൊക്കെ പറയണത്. 2 മീഡിയം സൈസ്ഡായിട്ടുള്ള ക്യാരറ്റ് ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചെപ്പ്, കൊറിയാൻഡർ ലീവ്സ് അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് 20 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന ടൈമോട് നമുക്കിനി പൊട്ടാറ്റോയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 3 മീഡിയം സൈസ്ഡായിട്ടുള്ള പൊട്ടാറ്റോ ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ളത് ഒരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നല്ലോണം കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഈ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയിലോട്ട് നമുക്കിനി 3 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഗാർലിക് പൗഡർ,
ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ചീസ് കൂടുന്തോറും ടേസ്റ്റും കൂടും. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിലൊക്കെ കിടന്നിട്ട് നല്ലോണം അത് ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ബൗളിലോട്ട് വേണം അസംബിൾ ചെയ്യാനായിട്ട്. ഈ മസാലയുടെ മുകളിലായിട്ട് ഇനി നമ്മളുടെ പൊട്ടാറ്റോ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവണായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. 30 മിനിറ്റ്സിന് ശേഷം നമ്മളുടെ ഷെഫേർഡ്സ് പൈ ബേക്ക് ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷെഫേർഡ്സ് പൈ റെഡി ആയിട്ടുണ്ട്. അത് ചൂടോടെ തന്നെ എല്ലാവരും സെർവ് ചെയ്യാൻ നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസ് വഴി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ. സീ യു ലേറ്റർ.